ഉപപ്രതിപക്ഷ വിവാദത്തിന് പിന്നാലെ ഭൂമിക്കൊള്ളയും ചർച്ചയായതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM-ഉം LDF-ഉം. AKG സെന്റർ ഇടിക്കുന്ന ഭൂമിയും നഷ്ടമാകുന്ന അവസ്ഥ കൂടി വന്നതോടെ CPM-ന് തലവേദനകൾ വർദ്ധിക്കുകയാണ്. അതേസമയം AKG സെന്ററിന്റെ വിവാദ ഭൂമി കേരള സർവകലാശാല നാളെ അളന്ന് തിട്ടപ്പെടുത്തും. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുന്നുണ്ട്. ദിലീപേ, AKG-യിലുള്ള സഖാക്കളൊക്കെ അനാഥരാകുമോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊപ്പം നാളെ കേരള സർവകലാശാല വന്ന് അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ എങ്ങനെയാകും പ്രതിരോധിക്കാനൊരു ശ്രമം അവിടെ നിന്നും ഉണ്ടാവുക? എല്ലാം കൈവിട്ട് പോവുകയാണ് CPM-ന്. കഷ്ടമാണ് അവസ്ഥ അല്ലേ? അശ്വതി, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ CPM-ന്റെ നേതാക്കൾ ആരും തന്നെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ആദ്യം മുതൽക്കേ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദമെന്ന് പറയുന്നത് അവിടെ AKG സെന്റർ ഇരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് വെറും 15 സെന്റ് മാത്രമെന്നാണ് CPM നേതാക്കൾ ആദ്യം മുതൽക്കേ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. പക്ഷെ നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏകദേശം 50 സെന്റിന് പുറമെ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് പോലും കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. എന്നിരുന്നാലും CPM-ന്റെ അവകാശവാദം 15 സെന്റ് മാത്രമേ ഉള്ളൂ എന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായത്. അതായത് ഇത് സംബന്ധിച്ചുള്ള അളന്ന് തിട്ടപ്പെടുത്തണം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് സിൻഡിക്കേറ്റ് നടക്കുന്നത്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി അളക്കലുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ സർവേ ഡയറക്ടറേറ്റ് തന്നെ ഈ ഭൂമി അളക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഭൂമി തിരിച്ചു പിടിക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും CPM-ന്റെ നേതാക്കൾ എടുക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിലെന്തായാലും അത്തരത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. ജനൻ TV തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത സമയത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഈ CPM നേതാക്കളോട് പറഞ്ഞപ്പോൾ പോലും അവരാരും തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ നമുക്ക് നോക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഉപപ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് പ്രത്യേകിച്ച് CPM-നെ വീണ്ടും പ്രതിരോധത്തിലാക്കിയാണ്. പ്രത്യേകിച്ച് ആദ്യം മുതൽക്കേ തന്നെ CPI മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദം നമുക്ക് ഉപപ്രതിപക്ഷ സ്ഥാനം വേണമെന്നടക്കമുള്ള കാര്യമാണ്. പക്ഷേ CPM തന്നെ ആദ്യം മുതൽക്കേ CPM-ന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബി അടക്കമുള്ള വ്യക്തമാക്കിയത് അങ്ങനെ ഒരു കീഴ്വഴക്കം LDF-ന് ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പുതിയൊരു കീഴ്വഴക്കത്തിലേക്ക് വരേണ്ട സാഹചര്യമില്ല എന്നടക്കമുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ബിനോയ് വിഷയം ശക്തമായ നിലപാട് അല്ലെങ്കിൽ ഈ നിലപാട് കടുപ്പിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉഭയകക്ഷി ചർച്ച TP രാമകൃഷ്ണനും അതോടൊപ്പം തന്നെ ബിനോയ് വിഷയം അടക്കമുള്ള ചർച്ച നടത്തിയത്. ആ ചർച്ചയിലും യാതൊരുവിധ പരിഹാരം കണ്ടെത്താൻ ആയില്ല. ഇന്നലെ CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞിരുന്നു. ആ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിലും എടുത്ത തീരുമാനം ഉപപ്രതിപക്ഷ നേതാവ് വേണമെന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPM-ന് അകത്ത് ഒട്ടനവധി ആഭ്യന്തര ഭിന്നതകൾ ഉണ്ടാവുന്നതോടെ ഒപ്പം തന്നെ ഈ ഒരു വിഷയം അതായത് ഉപപ്രതിപക്ഷ സ്ഥാനവും അതോടൊപ്പം തന്നെ AKG സെന്റർ ഭൂമി വിട്ടുപോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് CPM-ന്റെ അകത്ത് തന്നെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണ് എന്ന് തന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, ശരി, വിവരങ്ങൾ വ്യക്തമാണ് ദിലീപ്. കടുത്ത പ്രതിരോധത്തിലാണ് CPM. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൈവിട്ടു. ഇപ്പോൾ ഇതാ ആകെ ഉണ്ടായിരുന്ന AKG സെന്റർ ആ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് കേരള സർവകലാശാല. അങ്ങനെയാണെങ്കിൽ കിടപ്പാടവും പോയി, എല്ലാം പോയി. വല്ലാത്തൊരു കഷ്ടകാലത്തിലാണ് CPM എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും ദിലീപ് കുറ്റിച്ചൽ പങ്കുവെക്കുന്നത്.